ചേച്ചി ചോറ് കുത്തി നിറച്ച് വെച്ചിട്ടില്ല. ആ പേരും പറഞ്ഞ് തിന്നാതെ പോരണ്ട. ഇത് ചേച്ചി എന്നും പറയുന്നതാ. തുറന്നു നോക്കുമ്പോ ലോഡ് ഉണ്ടാവും ചെയ്യും. കണ്ടേ, എന്നാ പിന്നെ മോക്കിത് മൂക്കിന്റെ മേലെ തൊട്ടൂടായിരുന്നോ? നിന്റെ മുഖം തെളിയാത്ത എന്താന്ന് എനിക്കറിയാം. എന്തിനാ സെക്കൻഡ് ഹാൻഡ് ആക്കുന്നത്? കുറിക്കാശ് കിട്ടി നമുക്ക് പുതിയ കമ്പ്യൂട്ടർ തന്നെ വാങ്ങിക്കാം. കൂട്ടുകാരികളുടെ മുമ്പിൽ നമ്മളായിട്ട് എന്തിനാ ചെറുതാവുന്നേ? ചെല്ല്. അച്ഛാ, ഞാൻ പോവാണേ. ശരി മോളെ. ബാത്റൂമിൽ പോകാൻ മടിച്ചിട്ട് ഒന്നും കഴിക്കാതെ കിടന്നാ പിന്നെ ആശുപത്രി പോയി കിടക്കേണ്ടി വരും. പോകാനുള്ള കഷ്ടപ്പാട് ആലോചിച്ചിട്ടാ മോളെ. ആ കഷ്ടപ്പാട് കുറയ്ക്കാനല്ല ഇതുവരെ ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇത് അതൊന്നുമല്ല, ഇത്രയും മടി കൂടിയിട്ടുണ്ട് പച്ചന്. വായിട്ട് കീറണ്ട, നിനക്കുള്ള ഭക്ഷണം എടുക്കണ്ട്. ഞങ്ങൾ എത്തി മോളെ. ഞാൻ കേട്ടു സൈറൻ. എടാ കുട്ടാ, ഒന്ന് കേറിട്ട് പോടാ. ചായ കുടിക്കാനായിരിക്കും. കടിക്കാൻ വല്ലതും കാണുമോ? പട്ടിയുണ്ട്. എങ്ങനെയുണ്ട് കലാകാരനാ കിടന്നുള്ള അഭിനയൊക്കെ? ഒരു അവാർഡിന്റെ കുറവുണ്ടല്ലേ? കുഴപ്പമില്ല, നമുക്ക് പേ അവാർഡിലേക്ക് മാറാം. പക്ഷെ ക്യാഷ് അവാർഡ് കുറച്ച് ഇറക്കേണ്ടി വരും. നിന്റെ ഈ ഹ്യൂമർ ടച്ചുള്ള ഡയലോഗ് കേൾക്കാൻ വേണ്ടിട്ടാ ഒന്ന് കേറിട്ട് പോവാൻ പറഞ്ഞേ. അച്ഛനൊന്ന് പിടിച്ചു നടക്കാനുള്ള ആവത് ഉണ്ടായിരുന്നെങ്കിൽ വല്ല ആശുപത്രി സീനിലെങ്കിലും കൊണ്ട് കിടത്തായിരുന്നു. 5-6 തവണ നാടക നടനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ഒരു പഴയ ഹീറോ നമ്മുടെ കൂടെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമുക്കൊരു വെയിറ്റ് അല്ലേ? ആ നടന്റെ ചോരയിലുണ്ടായ മോള് ദിവസക്കൂലിക്ക് അഭിനയിക്കാൻ പോണതിന്റെ ക്രെഡിറ്റ് ആർക്കായിരിക്കും കൂട്ടാ? അച്ഛനല്ല, ഈശ്വരനാ. ഇല്ലെങ്കിൽ നല്ല നേരത്ത് നാടക വണ്ടി കൂട്ടിമുട്ടി അമ്മയ്ക്ക് അങ്ങോട്ട് പോകേണ്ടി വരില്ലായിരുന്നു, അച്ഛൻ ഇങ്ങനെ കിടക്കേണ്ടിയും വരില്ലായിരുന്നു. അമ്മ ആഗ്രഹിച്ച പോലെ ഒരു വീട്, അതൊന്ന് മുഴുമിപ്പിച്ച് കാണാനുള്ള യോഗം കൂടി കൊടുത്തില്ല പാവത്തിന് ഈശ്വരൻ. ഓ, തുടങ്ങി ഞാൻ സെന്റിമെന്റ്സ് പറയാൻ. ഉള്ള നേരത്ത് വല്ല തമാശയും പറഞ്ഞിരുന്ന ആയുസെങ്കിലും നീട്ടിക്കിട്ടും. അതെ, ഇപ്പൊ തന്നെ എല്ലാം കൂടി ഒറ്റയടിക്ക് വിഴുങ്ങണ്ട. നേരത്തിന് വിളമ്പിത്തരാൻ ആളില്ലാത്തോണ്ട് പറഞ്ഞതാ. അപ്പൊ ശരി അച്ഛാ. പട്ടിപിടുത്തക്കാരുടെ കഥ വരെയാണ് നിന്നെ വിളിക്കാട്ടാ. നിനക്ക് 150 രൂപ 100 രൂപ വെച്ച് കമ്മീഷൻ അടിക്കണ നിന്റെ വാങ്ങിക്കുന്നുണ്ടല്ലോ. ഇതെന്താ മധുവരന്മാര് രാവിലെ തന്നെ ഈ വഴിക്ക്? സരസ് ഒന്ന് പച്ച പിടിച്ച് കണ്ട്. പച്ച സാരി, പച്ച ബ്ലൗസ്. ഒന്ന് പോ ചന്ദ്രേട്ടാ. നാളെ മുതൽ ജോസേട്ടൻ നിർമ്മിക്കുന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് തുടങ്ങുവാ. ഞങ്ങള് ലൊക്കേഷൻ ഒക്കെ നോക്കാൻ ഇറങ്ങിയതാ. എടാ ജോസേ, നീ നിർമ്മാതാവുമായോ? ഹീറോയിൻ സരസ് തന്നെ ആയിരിക്കും അല്ലേ? അതെ. ഏതായാലും നന്നായി. മെഗാ സീരിയൽ ആകുമ്പോ ഷൂട്ടിംഗ് കുടുംബജീവിതോട് ഒന്നിച്ചുകൊണ്ടല്ല. ഭർത്താവ് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഓക്കെ. ഇല്ലെങ്കിൽ ഒന്ന് പ്രസവിക്കാൻ വരെ മിനിമം 10 കൊല്ലെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അതല്ലേ ഞാൻ സീരിയൽ അഭിനയിക്കാത്തത്. ഓ, പെണ്ണിന്റെ പറച്ചില് കേട്ടാ കെട്ട് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി മുട്ടി നിക്കുവാന്ന് തോന്നും. കുറച്ചു കാലം കൂലിക്ക് കരയാൻ ഇതേ വണ്ടിയിൽ വന്ന ആളാണ് സരസു. എന്തായാലും നമ്മുടെ ടീമിന് ഒരു പേര് തന്നെയാ സരസു ഹീറോയിനായത്. അധികം വൈകാതെ ഞാനും അവർക്ക് ഒരു ഹീറോയിനെ കൊയ്റോളെ സീരിയലിലേക്കല്ല സിനിമയിലേക്ക്. നീ ആദ്യം ഇവിടെ നിന്റെ ഹീറോയിൻ ആക്കാൻ നോക്ക്. കൊല്ലം കുറെ ആയാലും രണ്ടും കൂടി ചക്കീം ചക്കരനുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് ഈ സീരിയലിന്റെ ഒരു കുഴപ്പം. 1-2 പറഞ്ഞ കല്യാണമായി കരച്ചിലായി. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നല്ലേ. ഒയ്യോ, ഞാൻ മറന്നുപോയി. ഞാൻ പണ്ടത്തോർമയിൽ കയറാൻ പോയതാ. അപ്പൊ ഞാൻ പോട്ടെ. പോട്ടെ നിമ്മി. എല്ലാവർക്കും സരസിനെ പോലെ പച്ച പിടിക്കണ്ടേ? വണ്ടി ഇവിടെന്താ വേറെ ഷൂട്ടിംഗ്? ഇത് ചിലപ്പോ ജോഷി സാറിന്റെ പടവേക്കുള്ളൂ. ആൻഡ്രോ ജോസഫ് പ്രൊഡക്ഷൻസ് ഗുരു. ഇതെന്താ റോസ്മാനെ വണ്ടി ഇങ്ങോട്ട് തിരിയണത്? ഇത് കോളേജല്ലേ? അതെ, തേവര കോളേജ്. ഇവിടെയാ ലൊക്കേഷൻ. നിന്നോട് ആര് പറഞ്ഞു? പ്രൊഡക്ഷൻ മാനേജർ. എന്നിട്ട് അതെന്താ നീ എന്നോട് പറയുന്നേ? അതിനെന്നോട് ചോദിച്ചാ. സീമാറിന്ന തോന്നണേ. തള്ളമാർക്കും തന്നമാർക്കൊക്കെ ഇന്നത്തെ കൂലി കെട്ടവണ ലക്ഷണമുണ്ട്. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള കോളേജ് കുമാരന്മാരും കുമാരിമാരൊക്കെയാണെന്നാണ് ഇറങ്ങിയ. നീ എന്താ ഇറങ്ങാത്തെ? ഞാനില്ല, ഇത് രാജി പഠിക്കണ കോളേജാ. ഇവിടെ വായി നോക്കി നിൽക്കാനാണോടാ ഈ പേടകത്തിൽ കയറി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കാലത്തെ തന്നെ ഈ എബ്രഹാം ലിങ്കനെ മൂഡ് ഔട്ട് ആക്കാതെ ഫ്രെയിമിൽ കയറി വായി നോക്കടാ. അതല്ല ലിംഗ സാറേ, സാർ ഇന്നലെ പറഞ്ഞത് ആശുപത്രിയിലെ വിഷമത്തെ ദുരിതത്തിന്റെ കണ്ടിന്യൂറ്റി ആണെന്നല്ലേ? എന്നാ ആ കണ്ടിന്യൂറ്റി മാറി കോളേജിൽ വില്ലന്റെ ഇൻട്രഡക്ഷൻ ആക്കി. എന്താ നിന്നെ പോലെ കൂലിക്ക് ഞണ്ണാൻ വരുന്ന ഊച്ചാളികളോട് ഇതൊക്കെ നേരത്തെ ചാർട്ട് ചെയ്ത് ബോധിപ്പിച്ചാലേ നീയൊക്കെ പണിയെടുക്കൂ. പോടെ ഞാഞ്ഞോള് കവള. എന്ത് ആളെ ഒരുമാതിരി ആക്കി സംസാരിച്ചാലുണ്ടല്ലോ കെട്ടുകെട്ടിക്കും ഞാൻ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എബ്രഹാം ലിംഗം വിചാരിച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ 10,000 വേറെ വരും. ഹായ് നിമ്മി. ഹായ് ദിവ്യ. ഹായ്. കുരുത്തം കെട്ട തള്ളേ, നിങ്ങളോട് ഞാൻ ഹായ് പറഞ്ഞോ? എന്താടോ ഇത്? ഇവിടെയാണ് ഷൂട്ടിംഗ് നടക്കണേ. അവിടെയല്ലേ? വേഗം ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ വാട വാട അങ്ങോട്ടല്ല ഇങ്ങോട്ട്. വാട 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 വാട. രമേശ, ഈ കുട്ടി കൊള്ളാം. ഇവിടെ ഹീറോയിന്റെ കൂടെ നിർത്തി. ആക്ഷൻ.
ഈ മഞ്ചേരി ആരാണെന്നേ അവനൊന്നും അറിയില്ല മോളെ. പാവപ്പെട്ട കുട്ടികളുടെ മാനത്തിന് വില പറയാൻ ഇനി അവനെങ്ങാനും മസ്ലിം പിരിപ്പിച്ച് വന്നാൽ പെണ്ണിന്റെ അന്തസ് എന്താണെന്ന് ഞാൻ അറിയിച്ചു കൊടുക്കും അവന്. ആരാ കൂട്ടത്തിൽ കിളവൻ കോളേജ് നിന്നെ കണ്ട ഏജ് ഫീൽ ചെയ്യുന്നുണ്ട്. അയാളല്ല താൻ തന്നെ വരേ ഷർട്ട് എനിക്ക് പ്രായം കുറവാണ് സാർ. ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കാം സാർ. ഒന്ന് മാറ്റി നിർത്തണോ അയാളെ? തന്നോടല്ല മാറിക്കാൻ പറഞ്ഞേ. ഞാൻ ചുള്ളാണ് സാർ, ചെറുപ്പക്കാരൻ സാർ. അത് വയറ് കണ്ടാ പറയത്തില്ലല്ലോ. വയറ് പൊട്ടിച്ചല്ല. വയറകത്തേക്ക് പിടിച്ചോ ബാക്ക് പുറത്തേക്ക് തള്ളിയില്ലേ? ഈ വയറകത്തേക്ക് പിടിക്കുമ്പോ ബാക്ക് പുറത്തേക്ക് തള്ളുന്ന ഒരു രോഗമാണ്. അതിനുള്ള ചികിത്സ ഞാൻ ബാക്കിൽ തരാം. ബാക്കിൽ എവിടെയെങ്കിലും പോയി പാസിങ്ങിന് നിൽക്കണോ? ഞാൻ എവിടെ വേണം നിന്നോളാം. പക്ഷേ സിനിമന്റെ ചോറ അത് ഞാൻ ഉണ്ടട്ടേ പോകൂ. ഞാനിവിടെ വെയിറ്റ് കുറെ നേരമായല്ലോ കുട്ടി ഫ്രെയിമിൽ നിന്ന് വിളിച്ചു കളിക്കുന്നു. ഞാൻ തന്നോട് പറഞ്ഞല്ലേ ഹീറോയിന്റെ കൂടെ ആർട്ടിസ്റ്റ് നിർത്തിയാൽ മതിയെന്ന്. കണ്ട ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിച്ചു നിർത്തി ഫിലിം കളയാനായിട്ട്. ഒന്ന് നേരെ നിൽക്കാൻ പറയൂ. പാടി ഇവളുടെ ഒരു കാര്യം. രാജി നിൽക്കടി, കുറച്ചേരം കൂടി കാണാടി. നല്ല രസമുണ്ട്. എനിക്ക് വലിയ രസം തോന്നുന്നു. എന്താ പെട്ടെന്ന് ഡള്ളായത്? ഒന്നും രാജി ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത് മോളുടെ കോളേജിലെ ഷൂട്ടിംഗ്. ഞാൻ പോവാൻ പോയതാ, പക്ഷെ പറ്റിയില്ല. എത്രയായാലും ഇത് ജോലിയായി പോയില്ലേ. മോൾക്ക് വിഷമായില്ലേ? സോറി. ഇതാണോ നിന്റെ കൊസ്രാക്കൊള്ളി ഗ്യാങ്? ചേച്ചിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി താടി. ആരാ അത്? രാജയുടെ ചേച്ചിയാ? അത് ചേച്ചിയാ, വകയിലൊരു ചേച്ചി. ഇവിടെ വന്ന് വായി നോക്കി നിൽക്കുക. പോയി ഹീറോയിനെ പിന്നെ ചെന്ന് നിൽക്ക്. രമേശിന് അവിടെ പോയി കിടക്ക. ചോറ് ശരിക്കിട്ടോ. ആ കുറച്ച് സാമ്പാർ. എടാ ചന്ദ്ര, നീ അല്ലേ ഇപ്പൊ ക്യൂ ഒന്ന് വാങ്ങിപ്പോയത്? ചേട്ടാ, ഒരിക്കൽ കണ്ട സിനിമ പിന്നെയും കാണാൻ പോകുമ്പോ പിന്നെയും ക്യൂവിൽ നിൽക്കണം. അതാണൊരു മര്യാദ. ഒന്നും ആയില്ല ജോസേട്ടാ, ഊറ്റി പിടി കൂടി. ബാറ്റ് ഒന്നും കുറയില്ലേട്ടാ, വിളിക്കാം. ഹൈ, നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾക്ക് ടോക്കൺ ഇല്ല, കോളേജ് രംഗമല്ലേ. അവിടെ കുറെ പാവങ്ങള് പ്രായം കൂടിയതിന്റെ പേരിൽ അന്നം കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു സെക്കൻഡ് ടേക്ക്. പ്രായം കൂടി ഒറ്റ കാരണം കൊണ്ട് എന്നെ കഴുത്തെ പിടിച്ച് പുറത്തുള്ള നീ കണ്ടല്ലേ? ഞാനൊന്ന് രണ്ടാമത്തെ അടിച്ചോണ്ടിരിക്കുക. എന്താ സിനിമയിൽ കയ്യൊക്കെയുള്ള കാര്യക്കാരൻ. നാളെ ഷൂട്ടിംഗ് ഏതെങ്കിലും വൃദ്ധസാധനാണെങ്കിലേ നമ്മൾ ഓരോപ്പോലെ കയ്യും കെട്ടി നിൽക്കണം. അതിനെന്താ, അവിടെയും ഇവിടെയും നിനക്കൊക്കെ അല്ലേ കൊയിരോളാ? എടി, വലിയ വലിയ സിനിമാ നടികളൊക്കെ സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടി പട്ടിണി കിടക്കണത് നീ ഗണത്തിൽപ്പെടില്ലല്ലോ അല്ലേ? എങ്കിൽ പിടി. എനിക്ക് വേണ്ട. പോട്ടടി, അവള് കുട്ടിയല്ലേ. ഞാനും കണ്ടു രാജ്യം മോമ്പീർപ്പിച്ച് പോണത്. ഞാൻ പറഞ്ഞല്ലേ ഞാനില്ലാന്ന്. എടി, അവൾ എന്തിനാ കോളേജിൽ വരണത്? പഠിക്കാൻ. നീ എന്തിനാ കോളേജിൽ വന്നത്? അവളെ പഠിപ്പിക്കാൻ, ചില്ലാനുണ്ടാക്കാൻ. ആ കഷ്ടപ്പാട് മനസ്സിലാക്കാനുള്ള വിവരം നിന്റെ അനിയത്തിക്കില്ലെന്ന് കരുതിയാ മതി. അവക്കത് നാണക്കേടായിട്ട് തോന്നിണ്ടാവും. പാവം കുട്ടി, നിനക്കതിന് ഫീൽ ചെയ്തു. നീയും പാവം ത്യാഗി. ഇതൊരു MT സാറിന്റെ സ്ക്രിപ്റ്റിലെ സീനായിട്ട് കണ്ടാ മതി. വിട്, വിടറി, ഇത് വിടറി. എന്നാലും ഞാൻ അവൾക്ക് ഒരു വകയിലെ ചേച്ചിയായി പോയില്ലേ. എനിക്കത് സഹിക്കാൻ പറ്റണില്ല കുട്ടേട്ടാ. അത് ശരി, കട്ടപ്പാറ പഴിപ്പിച്ച് ചങ്കിക്കുത്തിയാലും പൊള്ളാത്ത ആൾക്ക് ഒരു മുട്ടുസൂചി പഴിപ്പിച്ച് കുത്തിയപ്പോ പൊള്ളേ. ഉള്ള നേരത്ത് വല്ല തമാശയും പറഞ്ഞുകൊണ്ടിരുന്ന ആയുസ് നീട്ടി കിട്ടുന്ന ഏതൊരു സിനിമാടി പറഞ്ഞിട്ടുണ്ടല്ലോ. ആരാണത്? ആരുമല്ല, ഞാനാ പറഞ്ഞു. എന്തേനു? എന്നാ ഞാനിത് അങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് മുഴുവൻ വെട്ടി വിഴുങ്ങി. എനിക്ക് സ്ലിം ബൂട്ടികൾ അത്ര ഇഷ്ടമല്ല. എന്റെ നായക്ക് കുറച്ച് തടിയൊക്കെ വേണം. കഴിച്ചേ.